ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ വീണ്ടും സ്വാഗതം. നമ്മുടെ ജീവിതയാത്രയിൽ സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ദാവീദിനെ പോലെ നമ്മുടെ യാത്രയിലുടനീളം നേരിടുന്ന വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ശക്തിയും ദിശാബോധവും കണ്ടെത്താനും ആവും. ദൈവഹൃദയമുള്ള ഒരു മനുഷ്യനായ ദാവീദ് അചഞ്ചലമായ വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയത്വവും പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനങ്ങൾ ദൈവവുമായുള്ള അടുത്ത ബന്ധവും തീവ്രമായ ആരാധനയും ബുദ്ധിമുട്ടുകൾക്കിടയിലും അദ്ദേഹം കാണിക്കുന്ന പ്രത്യാശയും സൂചിപ്പിക്കുന്നു. ദാവീദിൻ്റെ മാതൃക അനുവർത്തിക്കുന്നത് നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പ്രീതികരമായ ഒരു ജീവിതം ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നയിക്കാനും സങ്കീർത്തനം നമ്മെ പ്രചോദിപ്പിക്കും. ഗോലിയാത്തുമായുള്ള ദാവീദിൻ്റെ ഏറ്റുമുട്ടലിന് സമാനമായി ദൈനംദിന വെല്ലുവിളികളെ നേരിടുമ്പോൾ വിനയം, പശ്ചാത്താപം, ധീരമായ വിശ്വാസം എന്നിവ ജീവിതചര്യയാക്കി മുന്നോട്ട് പോകുവാൻ വചനം നമ്മെ സഹായിക്കുന്നു. പ്രാർത്ഥനയും ആരാധനയും അനുസരണയും അടയാളപ്പെടുത്തിയ ഈ വിശ്വാസയാത്രയിലൂടെ നമുക്ക് ദൈവകൃപയുടെ പരിവർത്തന ശക്തി അനുഭവിക്കുവാനും ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതപാതകൾ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ചരിക്കുവാനും നമുക്ക് സാധിക്കും. വചനം നമ്മെ സൗഖ്യപ്പെടുത്തട്ടെ. വചനം നമ്മെ വിശദീകരിക്കട്ടെ. സങ്കീർത്തനം 31 അധ്യായം 1 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് എൻ്റെ സങ്കേതം. കർത്താവെ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. ലജ്ജിക്കാൻ എനിക്കിട വരുത്തരുത്. നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. എൻ്റെ നേരെ ചെവി ചായ്ച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ. അവിടുന്ന് എൻ്റെ അപേക്ഷയിലെയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടിയായിരിക്കണമേ. എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും. അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു. എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു. ശത്രുകരങ്ങളിൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ. ഞാൻ ദുരിതം അനുഭവിക്കുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു. എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു. എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ വത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നു പോകുന്നു. ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിക്കുന്നു. എൻ്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു. ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി. അയൽക്കാർക്ക് ഞാൻ ഭീകര സത്വമാണ്. പരിചയക്കാർ എന്നെ കണ്ടു നടുങ്ങുന്നു. തെരുവിൽ എന്നെ കാണുന്നവർ ഓടി അകലുന്നു. മൃതനെ പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു. ഞാൻ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയായി തീർന്നു. പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ചുറ്റും ഭീഷണി തന്നെ. എനിക്കെതിരെ അവർ ഒന്നുചേർന്ന് ഗൂഢാലോചന നടത്തുന്നു. എൻ്റെ ജീവൻ അപഹരിക്കാൻ അവർ ആലോചിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദൃഷ്ടി ഈ ദാസൻ്റെ മേൽ പതിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ലജ്ജിതനാകാൻ ഇടയാക്കരുതേ. ദുഷ്ടരെ ലജ്ജിതരാക്കണമേ. അവർ മൂകരായി പാതാളത്തിൽ പതിക്കട്ടെ. അസത്യം പറയുന്ന അധരങ്ങൾ മൂകമാകട്ടെ. അവർ അഹന്തയോടും അവജ്ഞയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വച്ചു. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ആക്രമിക്കപ്പെട്ട നഗരത്തിലെന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു. അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി.
എന്നാൽ ഞാൻ സഹായത്തിനെ യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു, അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. സങ്കീർത്തനം 31 കടുത്ത വ്യക്തിപരമായ ക്ലേശങ്ങളിൽ ദൈവത്തിലുള്ള അചഞ്ചലമായ ദാവീദ് രാജാവിൻ്റെ വിശ്വാസത്തെയും ആശ്രയബോധത്തെയും കുറിച്ചുള്ള ശക്തമായ ഒരു ആവിഷ്കാരമാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ശക്തിയും വിശ്വസ്തതയും പ്രകടമാക്കുന്ന ഈ സങ്കീർത്തന ഭാഗം പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു വിശ്വാസിയുടെ വികാരങ്ങളെ മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട്. ഭയവും നിരാശയും നിറഞ്ഞ നിമിഷങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിലും വിശ്വസ്തതയിലുമുള്ള ആത്മവിശ്വാസത്തിൽ ദാവീദ് ഉറച്ചു നിൽക്കുന്നു. തൻ്റെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷ തേടുന്ന ദാവീദ് ദൈവത്തെ തൻ്റെ പാറയായും കോട്ടയായും പൂർണ്ണമായ സുരക്ഷിതത്വത്തിൻ്റെ സ്ഥലമായും കാണുന്നു. ദൈവത്തിൻ്റെ നീതിയിലും ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളിലുമാണ് വിടുതലിനായുള്ള ദാവീദിൻ്റെ പ്രാർത്ഥനകളുടെ അടിസ്ഥാനം. ശാരീരികവും വൈകാരികവുമായ ക്ലേശങ്ങൾ, ഒറ്റപ്പെടൽ, ഭയം എന്നിവ അനുഭവപ്പെടുമ്പോൾ, വളരെ അധികം കഷ്ടപ്പാടുകൾ നേരിടുമ്പോൾ ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന 5-ാം വാക്യം മരണത്തെ അഭിമുഖീകരിക്കുമ്പോഴും ദൈവത്തിലുള്ള ദാവീദിൻ്റെ പൂർണ്ണമായ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തോടുള്ള ദാവീദിൻ്റെ ഈ പ്രതിബദ്ധത വിഗ്രഹാരാധനയോടുള്ള വെറുപ്പിലൂടെയും പ്രകടമാകുന്നു. അത് ലൗകിക വിഗ്രഹങ്ങളിലുള്ള ആശ്രയവും ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന വിശ്വസ്തതയും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. 31-ാം സങ്കീർത്തനം ദൈനംദിന വെല്ലുവിളികളെ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് എങ്ങനെ നേരിടാമെന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും നൽകുന്നു. ദാവീദ് ശത്രുക്കളെയും വഞ്ചനകളെയും കഷ്ടപ്പാടുകളെയും നേരിട്ടതുപോലെ വ്യക്തിപരമായ പോരാട്ടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ വെല്ലുവിളികൾ എന്നിങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ നാം അനുദിനം ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പ്രതിസന്ധികളോടുള്ള പ്രതികരണം നിർണായകമാണെന്ന് ഈ സങ്കീർത്തന ഭാഗം ഓർമ്മിപ്പിക്കുന്നു. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തിലേക്ക് തിരിയാൻ ദാവീദിൻ്റെ മാതൃക നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. തങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് ദാവീദും കൂട്ടരും തിരിച്ചറിഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. വി ഷുഡ് പുട്ട് അവർ ട്രസ്റ്റ് കംപ്ലീറ്റ്ലി ഇൻ ഗോഡ് ദ ഫാദർ. ഈ വിശ്വാസം ദൈവത്തിലുള്ള അഭയവും ശക്തിയും കണ്ടെത്താൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. സാഹചര്യങ്ങൾ ഉടൻ മാറുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും വാഗ്ദാനങ്ങളെയും ഓർക്കാൻ സങ്കീർത്തനം 31 നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സങ്കീർത്തന ഭാഗത്തിന് പുതിയ നിയമവുമായിട്ടുള്ള ഒരു അഗാധമായ ബന്ധമുണ്ട്. കുരിശിൽ വെച്ച് നമ്മുടെ കർത്താവായ യേശു സങ്കീർത്തനം 31:5 ഉദ്ധരിച്ചുകൊണ്ട്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇത് കഷ്ടപ്പാടുകളിലും മരണത്തിൽ പോലും പിതാവിൻ്റെ ഇഷ്ടത്തിലുള്ള യേശുവിൻ്റെ വിശ്വാസത്തെ, അഗാധമായ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. സങ്കീർത്തനം 31 ദാവീദ് അനുഭവിച്ച കഷ്ടപ്പാടുകളും വഞ്ചനയും കർത്താവായ യേശുവിൻ്റെ അനുഭവങ്ങളെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നവയാണ്. വലിയ ദാവീദായ പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവായ യേശു ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ഉൾക്കൊണ്ട് കഷ്ടപ്പാടുകൾ വിശ്വാസത്തോടെയും ദൈവത്തിൻ്റെ വിടുതലിലുള്ള പ്രതീക്ഷയോടെയും സഹിച്ചു. ഒടുവിൽ ഉയർത്തെഴുന്നേൽപ്പിലൂടെ മരണത്തെ ജയിക്കുകയും ചെയ്തു. ദൈവജനമേ, സങ്കീർത്തനം 31 സന്ദേശം ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് കർത്താവിൻ്റെ 2-ാം വരവിനായുള്ള കാത്തിരിപ്പിൽ ഒരു ശക്തമായ പ്രവർത്തനം മേഖലയ്ക്കുള്ള ആഹ്വാനമായി വർത്തിക്കുന്നു. സ്നേഹിക്കുക, ശക്തരായിരിക്കുക, ധൈര്യമായിരിക്കുക എന്ന ദാവീദിൻ്റെ ആഹ്വാനം പിന്തുടരാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ ദിവസവും പ്രത്യാശയിൽ വളരുകയും ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയെ തിരിച്ചറിയുകയും ചെയ്യാം. ദൈവം വിശ്വസ്തരെ കാക്കുന്നു, അഭയവും സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്നു. യേശുവിൻ്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുക മാത്രമല്ല, ധൈര്യത്തോടെയും ഉറച്ച മനസ്സോടെയും പ്രത്യാശയോടെയും ജീവിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കാനും ദൈവസാന്നിധ്യം നിരന്തരം അനുഭവിച്ച് ദൈവത്തിൽ നിന്ന് ശക്തി നേടാനും നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
പാപികളും ഏഴുകളുമായ ഞങ്ങൾ അങ്ങയുടെ അതിരില്ലാത്ത സ്നേഹവും കൃപയും അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദത്തിങ്കിൽ സമീപിക്കുന്നു. പിതാവേ, സൃഷ്ടികളൊന്നും അങ്ങയുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. മനുഷ്യരായ ഞങ്ങൾ പലപ്പോഴും കർത്താവെ, ഞങ്ങളുടെ അഹങ്കാരം, ക്ഷമയില്ലായ്മ, ദയയില്ലാത്ത വാക്കുകൾ, കഠിനമായ ഹൃദയം കൊണ്ടൊക്കെ ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ശരീരത്തിനെയും ആത്മാവിനെയും ദുഷിപ്പിക്കുകയും അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. അവിടുത്തെ ദയയ്ക്കായി അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുവാനും അവിടുത്തെ കരുണയാൽ ഞങ്ങളുടെ പാപക്കറകൾ കഴുകിക്കളയുവാനും അങ്ങയോട് ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സത്യസന്ധമായി പരിശോധിക്കുവാനും മനഃപൂർവ്വമോ അല്ലാതെയോ മറ്റുള്ളവർക്ക് വരുത്തിയ ദോഷങ്ങളെ അംഗീകരിക്കുവാനും ആവശ്യമായ ധൈര്യവും എളിമയും നൽകണമേ. തെറ്റുകൾക്ക് പരിഹാരം ചെയ്യുവാനും ക്ഷമ ചോദിക്കുവാനും ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് കൃപയും കരുണയും കാണിക്കുവാനും അങ്ങയുടെ ക്ഷമയുടെ മാതൃക ഓർത്തുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തണമേ എന്നും അപേക്ഷിക്കുന്നു. നാഥ, അങ്ങയുടെ വചനത്തിനനുസൃതമായി ജീവിക്കുവാനും അയൽക്കാരനെ തന്നെ പോലെ സ്നേഹിച്ചുകൊണ്ട് അങ്ങ് കാണിച്ചു തന്നതുപോലെ ഞങ്ങളുടെ ചുറ്റുമുള്ളവരോട് സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കുവാനും അടിയങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രവൃത്തികൾ അവിടുത്തെ ഹിതത്തിന് യോഗ്യമായ രീതിയിൽ ആവട്ടെ. നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടരുളണമേ. ആമേൻ.